ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, ജീവിതം ഒന്നേ ഉള്ളൂ അല്ലേ? നമ്മളത് ജീവിച്ച് തന്നെ തീർക്കുക, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും പിന്നെ സമാധാനത്തോടെയും ഒക്കെ. മറ്റൊരാളുടെ ജീവിതം എടുക്കാൻ നമുക്കൊരിക്കലും അവകാശമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് പലയിടത്തും പല സംഗതികളാണല്ലേ. ഇപ്പോഴുള്ള യുവ തലമുറകൾ, പുതുതലമുറകൾ തന്നെ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഹരികൾ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയൊക്കെ ചാവുകയാണ് ചെയ്യുന്നതല്ലേ. അപ്പം അത് ഒരു വശത്ത്. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു സംഗതിയാണ്, ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയാലും ആ ഒരാൾ മരിച്ച അങ്ങയുടെ ബന്ധുക്കൾ, അല്ലെ സഹോദരനോ സഹോദരിയായാലും അതുവരെ അല്ലെങ്കിൽ പിണക്കത്തിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരായാലും ബന്ധുക്കൾ. പക്ഷെ ആ മരണ വീട്ടിൽ മരിക്കുമ്പോൾ അവിടെ കാണും അവർ. അത് പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ അവർ അവിടെ കാണും. പക്ഷെ ആ മരിക്കുന്നത് വരെ അവരൊന്ന് തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഒന്നുമില്ലാത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ വരുന്നത് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ അയൽവക്കത്തുള്ള ഒരാൾ തന്നെ ആയിരിക്കും, പുള്ളിക്കാരനോട് ഇപ്പം മുഖം തിരിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ മരണസമയത്ത് അവിടെ വരും. എന്തിനു വേണ്ടി? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പിണക്കം കൊച്ചിലേ ഉള്ളതല്ല, ഈ സ്വത്ത് തർക്കം എന്തെങ്കിലും ആവട്ടെ, സ്വത്തുക്കളൊക്കെ നമ്മളൊന്നും കൊണ്ടുപോകാറില്ല അല്ലേ. അതിപ്പം ഞാനായാലും ആരായാലും. അപ്പം ശരി, അത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ പിണങ്ങിയെന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് സഹോദരങ്ങളായാലും ഒന്ന് നിങ്ങൾ മിണ്ടാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു സോറി പറയാൻ പോലും നമുക്കത് ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ടിട്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ മക്കൾ പറയുന്നത് കേട്ടായിരിക്കും. മക്കൾ ചിലപ്പം മിണ്ടണമെന്നുണ്ടാകും, ചിലപ്പോൾ അച്ഛൻ എന്ത് പറയുമെന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ നേരെ അവിടെ പോയി നിൽക്കും. എന്തിനു വേണ്ടി? അപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹോദരങ്ങളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമൊക്കെ കാണിക്കുക. ആരായാലും നമ്മളെല്ലാം കഴിഞ്ഞ് അവരുടെ ഈ ഭൂമി വിട്ട് പോയിട്ട് വീണ്ടും ആ ജഡം കിടക്കുമ്പം ഒരു ജഡമായി കിടക്കുന്ന അവിടെ പോയി നമ്മൾ നിന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെയും ഒരു സഹായം അങ്ങനെയൊക്കെ തന്നെ ജീവിക്കുക. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു സിനിമ കണ്ടപ്പോഴും അങ്ങനെയാണ്. ആ പുള്ളി സഹോദരൻ വന്ന വീട്ടിലൊരു ഹെൽപ്പ് ചോദിച്ചിട്ട് പോലും അത് അന്നേരം സ്വത്തുണ്ടായിരുന്നിട്ടും പഴയ എന്തോ ഒരു